തിരഞ്ഞെടുപ്പിന് കേളികൊട്ടുയരാൻ ഇനി ദിവസങ്ങൾ മാത്രം. അതിനു മുൻപ് തന്നെ ഇവിടെയുള്ള ഒട്ടുമിക്ക മാധ്യമങ്ങളും അവരുടെ തിരഞ്ഞെടുപ്പ് സർവേകൾ നടത്തിക്കഴിഞ്ഞു. വീണ്ടും ഒരു തുടർഭരണം സ്വപ്നം കാണുന്ന ഇടതുപക്ഷത്തിന് കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. നിലവിലുള്ള ഒരു MLA-യും മുൻ MLA-മാരും മുൻ മന്ത്രിയുമടക്കം 10ഓളം മുതിർന്ന നേതാക്കന്മാരാണ് പാർട്ടിയോട് പിണങ്ങി എതിർപ്പാളയത്തിലെത്തിയിരിക്കുന്നത്. 100 സീറ്റ് നേടാമെന്നത് കോൺഗ്രസിന്റെ അമിത ആത്മവിശ്വാസമാണ്. കൂടി വന്നാൽ 75-നും 80-നും ഇടയിൽ സീറ്റുകൾ നേടി അവർക്ക് ഭരണം പിടിക്കാൻ കഴിഞ്ഞെന്ന് വരാം. ഈ തിരഞ്ഞെടുപ്പിൽ BJP അവർക്ക് സ്വാധീന ശക്തിയുള്ള മണ്ഡലങ്ങളിൽ ഇരു മുന്നണികൾക്കും വലിയ വെല്ലുവിളി ഉയർത്തും. രണ്ട് മുന്നണികളോടും വിരോധമുള്ളവരുടെ വോട്ടുകൾ പരമാവധി നേടി കേരളത്തിലും അവരുടെ ശക്തി തെളിയിക്കാനാകും അവർ ശ്രമിക്കുക. അതോടൊപ്പം ഇടത് വലതുപക്ഷം എന്നും പറയാറുള്ള വോട്ട് കച്ചവടം എന്ന ആരോപണം ഇല്ലാതാക്കുക കൂടി വേണം അവർക്ക്. അകന്നു കഴിയുന്നവർ ഉണ്ടാക്കുന്ന വിള്ളലുകൾ വിധിനിർണയത്തിൽ വലിയ പ്രത്യാഘാതമുണ്ടാക്കും. ഒരുപക്ഷെ തുടർഭരണമെന്ന സ്വപ്നം പോലും ഇല്ലാതാക്കിയേക്കും. കൂടുതൽ തിരഞ്ഞെടുപ്പ് വാർത്തകളുമായി വീണ്ടും വരുന്നതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.